CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് സെന്റർ ആധുനിക സൗകര്യങ്ങളോടെ പുതുക്കി പണിയുന്നതിന് 10.32 കോടി രൂപ വകയിരുത്തി ചെറുപ്പുളശ്ശേരി നഗരസഭാ ബജറ്റ്. നഗരസഭാ ഉപാധ്യക്ഷ സി കമലം ബജറ്റ് അവതരിപ്പിച്ചു. ആശാവർക്കർമാർക്ക് പ്രതിമാസം 2100 രൂപ ഓണറേറിയം വർധനവ് പ്രഖ്യാപിച്ച് മണ്ണാർക്കാട് നഗരസഭ. സമ്പൂർണ്ണ പാർപ്പിട നഗരത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള മണ്ണാർക്കാട് നഗരസഭ ബജറ്റ് അവതരിപ്പിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയുടെ 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 130 കോടി രൂപ വരവും 109 കോടി രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന സുസ്ഥിര വികസനവും ക്ഷേമവും മികച്ച പശ്ചാത്തല സൗകര്യവും ലക്ഷ്യമാക്കിയുള്ള സർവതല സ്പർശിയായ ബജറ്റാണ് അവതരിപ്പിച്ചത്. മതബോധമുള്ള അച്ചടക്കമുള്ള പുതുതലമുറയെ വാർത്തെടുക്കാനുള്ള ശ്രമമല്ല ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം. നെല്ലായ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിനും സൗഹൃദ ഇഫ്താർ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മരക്കാർ മാരായമംഗലം. ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് സെന്റർ ആധുനിക സൗകര്യങ്ങളോടെ പുതുക്കി പണിയുന്നതിന് 10.32 കോടി രൂപ വകയിരുത്തി ചെറുപ്പുളശ്ശേരി നഗരസഭാ ബജറ്റ്. നഗരസഭാ ഉപാധ്യക്ഷ സി കമലം ബജറ്റ് അവതരിപ്പിച്ചു. ആകെ വരവ് 158 കോടി 20,77,498. ആകെ ചെലവ് 155 കോടി 51,48,20. മിച്ചം 2 കോടി 68,59,478. നികുതി ഇതര ഇനങ്ങളിൽ നിന്ന് തനത് വരുമാനമായി 13.89 കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന സർക്കാർ ബജറ്റിൽ വകയിരുത്തി പദ്ധതി ഇതര ആവശ്യങ്ങൾക്കായി നഗരസഭയ്ക്ക് അനുവദിക്കുന്ന തുക താഴെ പറയും പ്രകാരമാണ്. ജനറൽ പർപ്പസ് ഫണ്ട് 2 കോടി 65,24,000. വികസന ഫണ്ട് പൊതു വിഭാഗം 4 കോടി 69,78,000. വികസന ഫണ്ട് പട്ടികജാതി വിഭാഗം 1 കോടി 66,67,000. ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് 1 കോടി 51,42,000. ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ടൈഡ് 2 കോടി 27,13,000. ബജറ്റ് അവതരണ യോഗത്തിൽ നഗരസഭാ അധ്യക്ഷൻ പി രാമചന്ദ്രൻ അധ്യക്ഷനായി. ചെറുപ്പുളശ്ശേരി സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ പൂർത്തീകരണത്തിന് 9 കോടി രൂപയും വ്യക്തിഗത കുടിവെള്ള പദ്ധതികൾക്ക് 26.25 ലക്ഷം രൂപയും ചിലവഴിക്കും. ചെറുപ്പുളശ്ശേരി ടൗണിനോട് ചേർന്ന് ഹാപ്പിനെസ് പാർക്ക് നിർമ്മിക്കും. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി നഗരസഭയിൽ ജോബ് സ്റ്റേഷനും ഫെസിലിറ്റേഷൻ സെന്ററും ഉടൻ ആരംഭിക്കും. PMAY ലൈഫ് ഭവന പദ്ധതിയിൽ 300 വീടുകൾ നിർമ്മിക്കുന്നതിന് ബാങ്ക് വായ്പ വഴി 12 കോടി രൂപ ലഭ്യമാക്കും. ജനറൽ SC വിഭാഗങ്ങൾക്കായി 2.10 കോടി രൂപയും വകയിരുത്തി. 158.2 കോടി രൂപ വരവും 155.5 കോടി രൂപ ചിലവും 2.68 കോടി രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് കൗൺസിൽ അംഗീകരിച്ചു. മാലിന്യ സംസ്കരണത്തിന് ഭൂമി വാങ്ങൽ 6 കോടി, കാർഷിക മേഖലയും ജലസേചനവും 3.29 കോടി, മൃഗസംരക്ഷണം ക്ഷീരവികസനം 1.62 കോടി, സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെയും ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറികളുടെയും വികസനം 1.11 കോടി, ആരോഗ്യമേഖലയിലെ മറ്റു പ്രവർത്തനങ്ങൾ 2.30 കോടി, ശുചിത്വം മാലിന്യ പരിപാലനം 12.84 കോടി, അംഗൻവാടികളിലെ പോഷകാഹാര വിതരണവും അനുബന്ധ പ്രവർത്തനങ്ങളും 1.53 കോടി, വയോജന പദ്ധതികൾ 31 ലക്ഷം, പട്ടികജാതി വികസനം ക്ഷേമം 1.72 കോടി എന്നിങ്ങനെയാണ് മറ്റു പദ്ധതികൾക്ക് തുക വകയിരുത്തിയത്. CCN ചെറുപ്പുളശ്ശേരി. ചെറുപ്പുളശ്ശേരി നഗരസഭയുടെ ബജറ്റ് പുറംചട്ട മാത്രമാണ് മനോഹരമെന്ന് പ്രതിപക്ഷം. പൊള്ളയായ വാഗ്ദാനങ്ങളും ആവർത്തന വിരസതയുമാണ് ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് KM ഇസ്ഹാഖ് ബജറ്റ് ചർച്ചയിൽ അഭിപ്രായപ്പെട്ടു. ബജറ്റ് വികസനോന്മുഖമെന്ന് ഭരണപക്ഷാംഗങ്ങളും പറഞ്ഞു. ബജറ്റ് അവതരണത്തിനു ശേഷം ഉച്ചയ്ക്കു ശേഷമാണ് ബജറ്റ് ചർച്ച നടന്നത്. പൊള്ളയായ വാഗ്ദാനങ്ങളും ആവർത്തന വിരസതയുമാണ് ബജറ്റെന്ന് UDF പാർലമെന്ററി പാർട്ടി നേതാവും പ്രതിപക്ഷ നേതാവുമായ KM ഇസ്ഹാഖ്
ബജറ്റ് ചർച്ചയിൽ അഭിപ്രായപ്പെട്ടു. പിന്നെ ഇതിൽ പറഞ്ഞ നിർദ്ദേശങ്ങൾ, ഒന്ന്, ഈ ഭവന നിർമ്മാണ രംഗത്ത് നമ്മൾ വലിയ വെല്ലുവിളി നേരിടുക. 1, 2, 3, 4 DPRകളിലായി PMAY പദ്ധതിയിലൂടെ നമ്മൾ കൊടുത്തത് 700-ൽ പരം വീടുകൾക്കാണ്. പിന്നീട് വന്ന DPRകളിലൊക്കെ നാമമാത്രമായ റീകൂപ്പ് ചെയ്ത എണ്ണങ്ങളാണ്. പിന്നെ PMAY ലൈഫിലാണ് നമ്മൾ 124 വീട് കൊടുക്കാൻ സാധിച്ചത്. 300 ചില്ലാനം അപേക്ഷകൾ നമ്മൾ ഇവിടെ കൊടുക്കാമെന്ന് പറഞ്ഞ് വാങ്ങി വെച്ചത് അവരിപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് കഴിഞ്ഞ കൊല്ലത്തെ നമ്മുടെ ബഡ്ജറ്റ് പുസ്തകത്തിൽ 25 ലക്ഷം 25 കോടി ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ബഡ്ജറ്റിൽ നീക്കി വെച്ചിട്ടുണ്ട്. നടന്നിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ അത്ര ലാഘവത്തോടെ കാണുന്നുള്ളൂ എന്ന് പറയാൻ. ഇപ്പൊ 12 കോടി റുപ്യ കടം എടുത്തിട്ട് കൊടുക്കുന്ന പറയുന്നത്. എങ്ങനെ ഈ 12 കോടി റുപ്യ കടം എടുത്ത് കൊടുക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോ PMAY പദ്ധതി നടപ്പാക്കാതിരിക്കാനുള്ള പല കാരണങ്ങളുണ്ട്. അത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ അവരുടെ MOU ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട ചില നിബന്ധനകളിലുള്ള തർക്കങ്ങളാണ്. ഞാൻ ആ തർക്കങ്ങൾ, അതൊക്കെ വലിയ വിഷയങ്ങളാണ്. ഞാൻ ആ തർക്കങ്ങളിലേക്ക് പോകുന്നില്ല. അതിപ്പോ നഗരസഭ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടാവുന്നത്. ബജറ്റ് വികസനോന്മുഖമെന്ന് ഭരണപക്ഷ അംഗങ്ങളും ചർച്ചയിൽ പറഞ്ഞു. ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ച കൗൺസിലർമാർ നിരവധിയായി ഈ ഭരണസമിതി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അക്കമിട്ട് എണ്ണി പറയുകയുണ്ടായി. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇവിടെ നടന്നിട്ടുള്ള ഇന്ന് നമ്മുടെ ടൗണിലൂടെ നഗരസഭയുടെ ബോർഡും വെച്ച് സൗജന്യ വിതരണ കുടിവെള്ളത്തിൻ്റെ വണ്ടി ഇങ്ങനെ പാഞ്ഞു പോവുകയാണ്. അത് വെറുതെ പായുന്നതല്ല. കഴിഞ്ഞ വർഷം ഇതേ സമയം ഇതുപോലുള്ള ഒരു പുസ്തകത്തിൽ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അതിലൊരു ഭാഗത്ത് ഇതിൻ്റെ തുക നീക്കി വെച്ചിരുന്നു. അതാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. വയോമിത്രത്തിന് ഇരിക്കാൻ CCN ചെർപ്പുളശ്ശേരി. ആശാ വർക്കർമാർക്ക് പ്രതിമാസം 2100 രൂപ ഹോണറേറിയം വർധനവ് പ്രഖ്യാപിച്ച മണ്ണാർക്കാട് നഗരസഭ. സമ്പൂർണ്ണ പാർപ്പിട നഗരത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള മണ്ണാർക്കാട് നഗരസഭ ബജറ്റ് അവതരിപ്പിച്ചു. നമ്മുടെ നഗരസഭയിലെ ഭൂരിഭാഗം ജനങ്ങളും കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരായതുകൊണ്ട് കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് 41,53,000 രൂപ വകയിരുത്തുന്നു. നഗരസഭയിലെ പാവപ്പെട്ട രോഗികൾക്ക് രോഗനിർണയത്തിനായി അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ മെഷീൻ വാങ്ങുന്നതിന് വേണ്ടി 45 ലക്ഷം രൂപ ഉൾപ്പെടെ ആരോഗ്യ മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് 3,73,90,000 രൂപ വകയിരുത്തുന്നു. നഗരസഭയുടെ എക്കാലത്തെയും അവശ്യ പദ്ധതിയായ ഗ്യാസ് ക്രിമിറ്റോറിയത്തിനെ ബഹുവർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 1 കോടി രൂപ വകയിരുത്തുന്നു. ആശാ വർക്കർമാർക്ക് 2100 രൂപ വീതം അധിക ഓണറേറിയം പ്രഖ്യാപിച്ചും സമ്പൂർണ്ണ പാർപ്പിട നഗരത്തിന് മുന്തിയ പരിഗണന നൽകിയും മണ്ണാർക്കാട് നഗരസഭയുടെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 82,03,29,000 രൂപ വരവും 81,07,17,507 രൂപ ചിലവും 1,78,55,000 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റ് ചെയർപേഴ്സൺ K. പ്രസീതയാണ് അവതരിപ്പിച്ചത്. നഗരസഭയെ സമ്പൂർണ്ണ പാർപ്പിട നഗരമാക്കി മാറ്റുന്നതിന് നിലവിലുള്ള PMAY ഭവന പദ്ധതി ഗുണഭോക്താക്കൾക്കും ഭവന നിർമ്മാണം ആനുകൂല്യം നൽകുന്നതിനായി 4 കോടിയോളം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ബജറ്റിലും പദ്ധതിയിലും ഉൾപ്പെടുത്തിയതും ഇതുവരെ പൂർത്തീകരിക്കാനാകാത്തതുമായ ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സ്, വാതക ശ്മശാനം എന്നിവയ്ക്കും തുക നീക്കിവെച്ചു. നഗരസഭ ഓഫീസ് കെട്ടിടം, ബസ് സ്റ്റാൻഡ് കെട്ടിടം, ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിനുമായി 18 കോടി രൂപയും വാതക ശ്മശാനത്തിന് 1 കോടി രൂപയുമാണ് വകയിരുത്തിയത്. താലൂക്ക് ആശുപത്രിയിലേക്ക് അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ മെഷീൻ വാങ്ങുന്നതിന് 45 ലക്ഷം രൂപ ഉൾപ്പെടെ ആരോഗ്യമേഖലയ്ക്ക് ഊന്നൽ നൽകി 3,73,98,000 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് 1,23,48,000 രൂപയും കാർഷിക മേഖലയ്ക്ക് 41,53,000 രൂപയും നീക്കിവെച്ചു. നഗരസഭയുടെ ഘടക സ്ഥാപനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി 4,02,89,000 രൂപ, സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് 54 ലക്ഷം, വയോജനക്ഷേമം, മരുന്ന് എന്നിവയ്ക്ക് 27 ലക്ഷം രൂപയും വകയിരുത്തി. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് 16,30,000 രൂപയും നീക്കിവച്ചു.
കുട്ടികൾക്ക് വിവിധ മേഖലകളിൽ പരിശീലനം, ഗൈഡൻസ്, കൗൺസിലിംഗ് എന്നിവയ്ക്കായാണ് തുക ചിലവഴിക്കുകയെന്ന് വൈസ് ചെയർപേഴ്സൺ അറിയിച്ചു. കറുപ്പ് നിറത്തിന്റെ പേരിൽ അധിക്ഷേപിക്കപ്പെട്ട ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന് ബജറ്റ് അവതരണ വേളയിൽ അംഗങ്ങൾ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ബാലകൃഷ്ണനാണ് ഇതു സംബന്ധിച്ച് സംസാരിച്ചത്. ചീഫ് സെക്രട്ടറിക്കു നേരെയുണ്ടായ പരാമർശം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്നും പറഞ്ഞു. പിന്തുണ അറിയിച്ച് ചീഫ് സെക്രട്ടറിക്ക് ഇമെയിൽ സന്ദേശം അയക്കുമെന്നും നഗരസഭ അറിയിച്ചു. CCN മണ്ണാർക്കാട്. എല്ലാ കാര്യങ്ങളും ചെയ്തു എന്ന് അവകാശപ്പെടുമ്പോഴും നഗരസഭയിൽ ഒരു വീട് പോലും ഈ ഭരണസമിതിക്ക് നൽകാൻ കഴിഞ്ഞില്ലെന്ന് മണ്ണാർക്കാട് നഗരസഭ പ്രതിപക്ഷാംഗങ്ങൾ. സർക്കാരിൽ നിന്നും കാര്യങ്ങൾ വൈകുന്നത് കൊണ്ടാണ് പദ്ധതി വൈകുന്നതെന്ന് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീറും പ്രതികരിച്ചു. മണ്ണാർക്കാട് നഗരസഭ ബജറ്റ് കഴിഞ്ഞ വർഷത്തെ പോലെ ആവർത്തന ബജറ്റാണെന്ന് പ്രതിപക്ഷം. പ്രധാനപ്പെട്ട കാര്യങ്ങളെ അഡ്രസ് ചെയ്യുന്ന തീരുമാനങ്ങൾ ബജറ്റിലില്ല. കഴിഞ്ഞ കാലങ്ങളിൽ കടമാണെന്നും ഇപ്പോൾ പ്രശ്നം ഒന്നും ഇല്ല എന്ന തരത്തിലാണ് ബജറ്റ് പറഞ്ഞുവയ്ക്കുന്നത്. എല്ലാ കാര്യങ്ങളും ചെയ്തു എന്ന് പറയുമ്പോഴും നഗരസഭയിൽ ഒരു വീട് പോലും നൽകാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ഖേദകരമാണ്. ഭരണസമിതി തെരഞ്ഞെടുത്ത ഒരാൾക്ക് പോലും വീട് നൽകാനുള്ള സാഹചര്യം ഇപ്പോഴും ഇല്ല. നേരത്തെ ഉണ്ടാക്കിയ DPR അനുസരിച്ചുള്ള ആളുകൾക്ക് മാത്രമേ ഇനി നൽകുകയാണെങ്കിലും സാധിക്കുകയുള്ളൂ എന്നും പ്രതിപക്ഷാംഗം TR സെബാസ്റ്റ്യൻ പറഞ്ഞു. പദ്ധതി ആവിഷ്കരണത്തിലും ബജറ്റിലുമെല്ലാം ചില പ്രദേശങ്ങളെ മാത്രം തിരഞ്ഞെടുക്കുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. ബജറ്റിന്റെ കോപ്പി മലയാളത്തിലാക്കാൻ തയ്യാറായില്ല. ബജറ്റിലൂടെ നഗരസഭയെ വികസനത്തിന്റെ പാതയിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും പ്രതിപക്ഷാംഗം കൂട്ടിച്ചേർത്തു. അത് തുടർച്ചയായിട്ട് 20 കോടി കൊടുത്ത ഒരു ഭരണസമിതി മുന്നിൽ നിൽക്കുന്നു. 4 വർഷത്തിലാണത്. അതിന്റെ അവസാനത്തെ 4 വർഷം, ആദ്യ വർഷത്തിൽ പദ്ധതി ഉണ്ടായിരുന്നില്ല, പിന്നത്തെ 4 വർഷം കൊണ്ടാണ് ഇത് സാധ്യമായത്. ഇപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും മെച്ചപ്പെട്ടു എന്ന് അവകാശപ്പെടുമ്പോഴും ഒരു വീട് പോലും കൊടുത്തില്ല എന്നത് ഖേദകരമാണ്. മാത്രമല്ല, ഈ ഭരണസമിതി തെരഞ്ഞെടുത്ത ഒരാൾക്ക് പോലും വീട് കൊടുക്കാനുള്ള സാഹചര്യം ഇപ്പോഴും നിലവിലില്ല. കാരണം നേരത്തെ ഉണ്ടാക്കിയ DPRന്റെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ്. ഇനി കൊടുക്കുകയാണെങ്കിലും വീട് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ വികസനത്തെ സംബന്ധിച്ച് രേഖ കഴിഞ്ഞ ദിവസം നടത്തിയ വികസന സെമിനാറിനെ തുടർന്ന് അംഗീകരിച്ച പദ്ധതിയിലും അതുപോലെ തന്നെ ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റിലുമൊക്കെ പ്രദേശങ്ങളെല്ലാം ഒരുപോലെ കണ്ടു എന്ന് നിങ്ങൾക്ക് രേഖ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ശുചിത്വവുമായി ബന്ധപ്പെട്ട് സ്ഥലം വാങ്ങുന്നതിലും റോഡ് വാർഡുകളിൽ നിർമ്മിക്കുന്നതിലും ബിനാമികളെ സഹായിക്കുന്ന രൂപത്തിലാണെന്നും അത് മനസ്സിലാക്കിയാണ് CPM കൗൺസിലർമാർ അതിനെ എതിർത്തെന്നും പ്രതിപക്ഷ കൗൺസിൽ അംഗം കെ മൻസൂർ പറഞ്ഞു. നമ്മൾ ഈ ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു നഗരസഭ. പക്ഷെ നഗരസഭ തീരുമാനിച്ചപ്പോഴും ഇടത് കൗൺസിലർമാർ പൂർണ്ണമായിട്ടും അതിന്റെ കൂടെ നിൽക്കുകയായിരുന്നു. പക്ഷേ അവർ ഇടതുപക്ഷ കൗൺസിലർമാരെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വലിയ ഒരു തട്ടിപ്പിന് മുതിരാൻ ശ്രമം നടത്തിയപ്പോഴാണ് ഞങ്ങൾ അതിൽ ഇടപെടുന്നത്. കാരണം നൊട്ടമലയിലുള്ള ഏക്കറക്കണക്കിന് സ്ഥലം ഒരു ഉപയോഗശൂന്യമല്ലാത്ത ഒരു സ്ഥലവും ഒരു വഴിയുമില്ലാത്ത സ്ഥലത്ത് പോയി ഇവർ സ്ഥലം വാങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനമായിക്കൊണ്ട് അത് പരിശോധനയ്ക്ക് വിധേയമായി അത് വാങ്ങണമെന്ന് അവർ തീരുമാനിച്ച സമയത്താണ് നമ്മൾ അതിൽ ഇടപെടുന്നത്. പക്ഷേ ഇവര് കൗൺസിൽ വന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയും ഇന്നതാണ് അതിന്റെ വില എന്ന് നിശ്ചയിക്കുകയും അതെടുക്കാൻ വേണ്ടി ധൃതി വിടുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിൽ ഞങ്ങൾ അതിൽ ഇടപെട്ട് നോക്കി. ഞങ്ങൾ അതിനെക്കുറിച്ച് പരാതി കൊടുത്തപ്പോൾ ആ പരാതിയിൽ ഉദ്യോഗസ്ഥന്മാർ, തഹസിൽദാർ, വില്ലേജ് ഓഫീസർ, കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ പരിശോധിച്ചപ്പോൾ അത് വലിയ തോതിലുള്ള ഒരു തട്ടിപ്പാണ് എന്നും ആ സ്ഥലം കുറഞ്ഞ വിലക്കുള്ള സ്ഥലം ഭീമമായ എമൗണ്ടിന് വാങ്ങിക്കൊണ്ട് വേറെ ആളെ ബിനാമി വെച്ചുകൊണ്ട് സ്ഥലം വാങ്ങാൻ വേണ്ടി അവർ തീരുമാനിച്ചപ്പോഴാണ് ഞങ്ങൾ അതിൽ ഇടപെടുന്നത്. അല്ലാതെ നാട്ടിൽ നടക്കുന്ന ഒരു വികസന പ്രവർത്തനങ്ങൾക്കും ഞങ്ങളെതിരല്ല. അതേസമയം വീട് നൽകുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും സർക്കാരിലേക്ക് അയച്ചിട്ടുണ്ട്. സർക്കാരിൽ നിന്നും കാര്യങ്ങൾ വൈകുന്നതുകൊണ്ടാണ് പദ്ധതി വൈകുന്നതെന്ന് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ പറഞ്ഞു. മണ്ണാർക്കാട് നഗരസഭ 2 കൗൺസിലിന്റെ മുമ്പ് തന്നെ 204 DPRന്റെ മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതില് ഈ കൊടുക്കുന്നത് 1.5 ലക്ഷം രൂപ കേന്ദ്രത്തിന്റെ ഫണ്ടും 50,000 രൂപ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടും 2 ലക്ഷം രൂപ നഗരസഭയുടെ ഫണ്ടുമാണ്. അങ്ങനെയാണ് 4 ലക്ഷം ഒരു ഗുണഭോക്താവിന് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ സർക്കാരിന്റെ ബഡ്ജറ്റിന്റെ പ്രൊസീഡിങ്സും അതിന്റെ കാര്യങ്ങൾ പൂർത്തിയായാൽ മാത്രമേ ഈ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.
ഞങ്ങൾ ഇതിന്റെ തീരുമാനം എടുത്തു, അതിന്റെ ബന്ധപ്പെട്ട JD ക്ക് അയച്ചിട്ടുണ്ട്, ബാക്കിയുള്ള മേലക്ക് പേപ്പർ അയച്ചിട്ടുണ്ട്. അതിന്റെ ഒരു സമ്മതം കിട്ടാതെ നഗരസഭയ്ക്ക് ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് അഡ്വാൻസ് കൊടുക്കാനും പ്രവർത്തനം തുടങ്ങാനും കഴിയില്ല. അത് കിട്ടുന്ന മുറക്ക് അത് കൊടുക്കാൻ കഴിയുള്ളൂ. ഇവര് 700 വീട് കൊടുത്തു എന്ന് പറഞ്ഞു. അതിന്റെ പൂർത്തീകരണം നടത്തിയതാരാണ്? 3 കോടി ഹഡ്കോന്ന് വായ്പ എടുത്തിട്ട് ആളുകളുടെ മുഴുവൻ സംഖ്യ കൊടുത്തത് ഈ ഭരണസമിതിയിൽ കൊടുത്തത്. ഈ 700 വീട് പ്രഖ്യാപിച്ച പോരല്ലോ, അത് പൂർത്തിയാക്കി കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയട്ടെ. അപ്പൊ ഇതെന്താ വെച്ചെങ്കിൽ ഏത് കാര്യം വന്നാലും നല്ല കാര്യത്തിന് എതിർക്കുക എന്നുള്ള പ്രതിപക്ഷ ധർമ്മമാണ് അവർ നടപ്പാക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതിയിലെ ഭവന നിർമ്മാണത്തിലെ ബാധ്യത തീർത്തത് ഇപ്പോഴത്തെ ഭരണസമിതിയാണ്. എല്ലാ കാര്യങ്ങളെയും എതിർക്കുന്ന പ്രതിപക്ഷ ധർമ്മമാണ് ഇപ്പോൾ നഗരസഭയിൽ CPM നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു. സ്ഥലമെടുപ്പിൽ എന്ത് ബിനാമി എന്നാണ് ചെയർമാൻ പ്രതികരിച്ചത്. നഗരസഭയിലെ എല്ലാ നല്ല പദ്ധതിക്കും CPM കൗൺസിലർമാരുടെ വിയോജനക്കുറിപ്പ് പതിവാണെന്നും നഗരസഭ ചെയർമാൻ പറഞ്ഞു. മണ്ണാർക്കാട് നഗരസഭയിൽ ഇത്രയും കാലത്തെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം നല്ലത് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഇവരുടെ വിയോജനക്കുറിപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ എതിരെ എന്തെങ്കിലും പത്രസമ്മേളനം നടത്തിയിട്ട് അത് മോശമാക്കി പറയാം. ഇങ്ങനെ ഒരു ഇതാണോ പ്രതിപക്ഷ ധർമ്മം? ഇവിടെ ഇതിന്റെ ഫ്രണ്ട് ഓഫീസിൽ ആദ്യം മുതൽ തന്നെ പറയാം, ഇവിടെ മണ്ണാർക്കാട് നഗരസഭയുടെ ഫ്രണ്ട് ഓഫീസ് താഴേക്ക് ഇറക്കിയപ്പോൾ അതിന് വിയോജനക്കുറിപ്പ് ചെയ്തിട്ടുണ്ട്, രേഖ പരിശോധിച്ചു നോക്കും. അതുപോലെ തന്നെ ആയുർവേദ ഹോസ്പിറ്റലിന് അതിന്റെ പണി മുടക്കാൻ നോക്കി. പിന്നെ അതേപോലെ തന്നെ ക്രിമിറ്റോറിയം അത് പണി മുടക്കി. അതേപോലെ തന്നെ ഒരു 4 ലൈറ്റ് വെച്ചൊന്ന് സൗന്ദര്യവൽക്കരിച്ചു. 1 രൂപ പോലും നഗരസഭ ചെലവുണ്ടായിരുന്നില്ല. അതിന് ഹൈക്കോടതിയിൽ കേസ് പോയ ആൾക്കാരെ ഇരിക്കുന്ന കൗൺസിലാണിത്. സെബാസ്റ്റ്യനല്ലേ ഈ കൗൺസിൽ പിന്നെ കേസിന് പോയത്? എന്ത് നഷ്ടമുണ്ട്? പിന്നെ NH-ന്റെ അവരാണ് കേസിന് പോകേണ്ടിയിരുന്നത്. പക്ഷെ അതിന് പകരം സെബാസ്റ്റ്യൻ കൗൺസിൽ പോയി. അപ്പൊ ഇതൊന്നും സഹിക്കണില്ല എന്നുള്ളതാണ്. എല്ലാത്തിലും പിന്നെ എതിർപ്പ്. CCN മണ്ണാർക്കാട്. പെരിന്തൽമണ്ണ നഗരസഭയുടെ 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 130 കോടി രൂപ വരവും 109 കോടി രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന സുസ്ഥിര വികസനവും ക്ഷേമവും മികച്ച പശ്ചാത്തല സൗകര്യവും ലക്ഷ്യമാക്കിയുള്ള സർവതല സ്പർശിയായ ബജറ്റാണ് അവതരിപ്പിച്ചത്. 2024-25 വർഷത്തെ പുതുക്കിയ ബജറ്റ് വർഷാരംഭത്തിലെ മുന്നിരിപ്പ് 5,31,69,977. നടപ്പു വർഷത്തെ വരവ് 92,60,22,456. ആകെ 97,91,92,433. നടപ്പു വർഷത്തെ ചെലവ് 95,71,210,000. വർഷാവസാന നീക്കിയിരിപ്പ് 2,20,92,223. ആകെ 97,91,92,433. 2025-26 വർഷത്തേക്കുള്ള മതിപ്പ് ബജറ്റ് വർഷാരംഭത്തിലെ മുന്നിരിപ്പ് 2,20,92,223. പ്രതീക്ഷിത വർഷത്തെ വരവ് 130,14,63,000. ആകെ 132,35,55,223. സാമൂഹ്യ സുരക്ഷാ രംഗത്തെ വികസനം ലക്ഷ്യമാക്കിയുള്ള കെയർ മിഷൻ, സംരംഭ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നെസ്റ്റ് മിഷൻ, പശ്ചാത്തല വികസനം ലക്ഷ്യമാക്കി ഫ്രെയിം മിഷൻ, വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിക്കായുള്ള ഷുവർ മിഷൻ, ആരോഗ്യരംഗത്തെ അഭിവൃദ്ധിക്കായി സുരക്ഷാ മിഷൻ, കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കാൻ സമൃദ്ധി മിഷൻ തുടങ്ങി നഗരസഭ നടപ്പിലാക്കുന്ന 6 മിഷനുകളും ഈ ബജറ്റിലും ഇടം പിടിച്ചിട്ടുണ്ട്. വനിതാ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഹോപ്പ് ആൻഡ് ഡ്രീം, തൊഴിൽ സാധ്യതകൾക്കായി സേഫ് പദ്ധതി, സമ്പൂർണ്ണ ആരോഗ്യ പരിപാലന പദ്ധതി ഫിറ്റ് ഫോർ ലൈഫ്, സാമൂഹ്യ സുരക്ഷയ്ക്കായി പോലീസും ജനപ്രതിനിധികളും അടങ്ങുന്ന ജനകീയ സേന, കായിക രംഗ പ്രോത്സാഹനത്തിന് പ്ലേ ഫോർ പാഷൻ, ATM മാതൃകയിൽ കിയോസ്ക് സ്ഥാപിച്ച് പാൽ ലഭ്യമാകുന്ന മിൽക്ക് ATM, മലിനജല ശുദ്ധീകരണത്തിന് 6 കോടിയുടെ FSTP നിർമ്മാണം തുടങ്ങിയവയാണ് പുതിയ പദ്ധതികൾ. CCN പെരിന്തൽമണ്ണ. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോട്ടോപ്പാടം മണ്ഡലം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് ഉദ്ഘാടനം ചെയ്തു. കുറച്ചെങ്കിലും അവർക്ക് ആനുകൂല്യം നൽകിക്കൊണ്ട് സമരം അവസാനിപ്പിക്കണമെന്ന് കേന്ദ്രത്തോടും കേരളത്തോടും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും 2 സർക്കാരും കണ്ണു തുറക്കാത്തൊരു സർക്കാരാണ്.
അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ, ഇന്നലെയൊക്കെ സാധാരണ ഇടതുപക്ഷ സർക്കാരിൻ്റെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അവിടെ വിട്ടുനിൽക്കുന്ന സാഹിത്യ നായകന്മാരടക്കം തിരിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ UDF ഭരിക്കുന്നെങ്കിൽ സാംസ്കാരിക നായകന്മാർക്കൊക്കെ 100 നാവായിരിക്കാം. പക്ഷേ ഇന്നലെ ചിത്രം മാറി. മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉമ്മർ മനച്ചിത്തൊടി അധ്യക്ഷനായി. പി മുരളീധരൻ, എ അസൈനാർ, ബാബു മാസ്റ്റർ, CJ രമേശ്, വേണുഗോപാൽ, ഹംസ മാസ്റ്റർ, TK ഇപ്പു, മണികണ്ഠൻ വടശ്ശേരി, അസീസ്, വിനീത, സമീർ ബാബു, നിജോ വർഗീസ്, വിനീത, ദീപ ഷിൻഡോ, സനർ ബാബു, റഹ്മത്തുള്ള, റജി തോമസ് എന്നിവർ പ്രസംഗിച്ചു. CCN ചത്തല്ലൂർ. മതബോധമുള്ള അച്ചടക്കമുള്ള പുതുതലമുറയെ വാർത്തെടുക്കാനുള്ള ശ്രമമല്ല ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം. നെല്ലായ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിനും സൗഹൃദ ഇഫ്താർ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മരക്കാർ മാരായമംഗലം. ഭരണാധികാരികളെ കുറിച്ച് പറയുമ്പോൾ ഒരല്പം രാഷ്ട്രീയം കലരാൻ സാധ്യതയും. ഭരണാധികാരികൾക്ക് നേതൃത്വം നൽകുന്ന സംഘടന ഉദ്ദേശിക്കുന്നത് ഒരു മതബോധമുള്ള തലമുറയെ ഉണ്ടാക്കലല്ല. ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ശരി, മതബോധമുള്ള, അച്ചടക്കമുള്ള, അനുസരണമുള്ള, മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, വലിയവരെ ബഹുമാനിക്കുന്ന, ചെറിയവരെ സ്നേഹിക്കുന്ന, അച്ചടക്കമുള്ള, അനുസരണമുള്ള, മതബോധമുള്ള ഒരു വിഭാഗത്തെ വാർത്തെടുക്കാനല്ല നമ്മുടെ ഭരണകർത്താക്കൾക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടാവുക. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മത്തം കുത്തിയിട്ടാൽ മത്തം തന്നെയാണ് മുളക്കുക, കുമ്പളം കുത്തിയിട്ടാൽ കുമ്പളം തന്നെയാണ് മുളക്കുക. നമ്മുടെ പ്രസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. കാരണം മതബോധമുള്ള, മതചിട്ടയുള്ള ഒരു വിഭാഗമുണ്ടായാൽ മതനിരാസം വളരില്ല. മതനിരാസം വളരാൻ ആഗ്രഹിക്കുന്നവർ അതിനനുസരിച്ച പ്രവൃത്തിയാണ് നടക്കുന്നത്. രാഷ്ട്രങ്ങളിലൊക്കെ പോയി വികസനം എങ്ങനെ നടത്താം, സർവകലാശാല എങ്ങനെ കൊണ്ടുവരാം, അതുപോലെ ഹൈടെക് യുഗം എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിക്കാൻ മന്ത്രിമാരൊക്കെ പോകുന്നു. ചികിത്സക്കും പോകുന്നുണ്ട്, ചികിത്സ പഠിക്കാനും പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരുപാട് ഗൾഫ് മേഖലകളിൽ ജോലി ചെയ്ത ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പോയ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ലഹരി സംബന്ധമായി ആ സർക്കാരൊക്കെ എടുത്തിട്ടുള്ള സമീപനത്തിൻ്റെ 100% ഭാഗം ഈ സർക്കാർ, രാജ്യത്തെ സർക്കാർ സ്വീകരിക്കുകയാണെങ്കിൽ ഇന്നുള്ള ഈ വിപത്ത് നമ്മുടെ നാട്ടിൽ ഒരു കാരണവശാലും ഉണ്ടാവില്ല. വളർന്നു വരുന്ന തലമുറയെ മതചിട്ടയിൽ നിന്ന് അകറ്റി നിർത്താനുള്ള സംഘടിത ശ്രമം നടക്കുന്നുണ്ടെന്നും ഇതിനെ ചെറുത്തു തോൽപ്പിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും മരക്കാർ മാരായമംഗലം പറഞ്ഞു. അപ്പൊ എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് ഇത് കയറി വന്നിട്ടില്ല എന്ന ധാരണയായിരിക്കും ഉണ്ടാവുക. പക്ഷെ വളരെ പ്ലാനോടുകൂടി ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്, വളരെ പ്ലാനോടുകൂടി വളർന്നു വരുന്ന ഒരു തലമുറയുടെ താളം തെറ്റിപ്പിക്കുന്നതിന് വേണ്ടി സംഘടിതമായി സാമ്പത്തിക ശേഷി ഉപയോഗപ്പെടുത്തി വർക്ക് ചെയ്യുന്ന സംഘടനകൾ കേരളത്തിലുണ്ട് എന്ന് മറക്കേണ്ട. വളർന്നു വരുന്ന ഒരു തലമുറയെ മതചിട്ടയിൽ നിന്ന് അടർത്തിയെടുക്കുന്നതിന് വേണ്ടി വെള്ളാണ് കൊടുക്കേണ്ടതെങ്കിൽ, കള്ളാണ് കൊടുക്കേണ്ടതെങ്കിൽ, ഇപ്പൊ ഇന്നലെ PC മാഷ് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. ഭാവി തലമുറ ഒന്ന് താളം തെറ്റാതിരിക്കാൻ, മക്കള് ബാപ്പയെ കൊല്ലുന്ന ഒരവസ്ഥ ഇല്ലാതെയാവാൻ, ഉമ്മയെ കൊല്ലുന്ന ഒരവസ്ഥ ഇല്ലാതെയാവാൻ എന്തു ചെയ്യാൻ കഴിയും എന്ന് ഈ തലമുറ ചിന്തിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ നാട് ഇപ്പൊ തന്നെ ഗോവ പോലെയൊക്കെയാണ്. ഇനി അതിലപ്പുറമാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തപ്പെടുമ്പോൾ നോക്കുകുത്തികളായി നോക്കി നിൽക്കേണ്ടി വരും എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. നോമ്പുകാരായതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, പടച്ച തമ്പുരാൻ കാത്തു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പഞ്ചായത്ത് പ്രസിഡന്റ് ഹംസത്ത് മാടാല അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KP മുഹമ്മദ് സ്വാഗതം പറഞ്ഞു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ A സജീവ് ലഹരി വിരുദ്ധ ക്ലാസിന് നേതൃത്വം നൽകി. ഉഴവൂരുകാരനായ ഒരു ചെറുക്കൻ ഉണ്ടായിരുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉഴവൂരുകാരനായ ചെറുക്കൻ സുഹൃത്തായ ബാബുവിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ബാബുവിന്റെ വീട്ടിലെ പട്ടിക്കൂട്ടിൽ കിടക്കുന്ന പട്ടിയുടെ മുന്നിലിരിക്കുന്ന വിശിഷ്ട ഭോജ്യങ്ങൾ കണ്ട് വായിൽ വെള്ളമൂറി. അവനോട് ചോദിക്കാതെ തിരികെ ക്ലാസ്സിലെത്തുമ്പോൾ ടീച്ചർ എല്ലാ കുട്ടികളോടും ചോദിച്ചു, നിങ്ങൾക്കൊക്കെ ആരാകണം എന്ന് ചോദിച്ചപ്പോൾ
എനിക്ക് ബാബുവിൻ്റെ വീട്ടിലെ പട്ടിയായാൽ മതി എന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ട ചെക്കനുണ്ട്. കാരണം അവൻ്റെ ജീവിതത്തിൽ വിശപ്പാണ് ഏറ്റവും വലിയ ആളെന്ന് പറയുന്നത്. അതിനെ നിവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ആ പയ്യനും പഠിച്ചു, നമ്മുടെ ഒറ്റപ്പാലത്തിൻ്റെ MP ആയി, ലോകരാജ്യങ്ങൾ മുഴുവൻ സഞ്ചരിച്ചു. അദ്ദേഹം ഇന്ത്യയുടെ പ്രഥമ പുരുഷനായി, ഉഴവൂരുകാരനായ പയ്യൻ. പക്ഷെ ഇന്ന് നാം നമ്മുടെ മക്കളെ വളർത്തുന്നത് മറ്റുള്ളവരോട് മത്സരിക്കാൻ വേണ്ടിയാണ്. എൻ്റെ മകൻ ഇന്നതാകണം എന്നുള്ളതല്ല, അയലത്തെ കുട്ടിയേക്കാൾ മിടുക്കനാവണം എന്നുള്ള കോമ്പറ്റീഷനിലാണ് നാം നമ്മുടെ മക്കളെ വളർത്തുന്നത്. ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് KK അസീസ്, മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് PV അൻവർ സാദത്ത്, M വീരൻ ഹാജി, മേലാടയിൽ വാപ്പുട്ടി, K രായിൻ, M രാജീവ്, മൂസ പേങ്ങാട്ടിരി, M ജനാർദ്ദനൻ, മാടാല മുഹമ്മദ് അലി, ഉനൈസ് മാരായമംഗലം, ജാഫർ മോളൂർ, വിവിധ മതസംഘടനകളെ പ്രതിനിധീകരിച്ച് കുഞ്ഞിമുഹമ്മദ് ഫൈസി മോളൂർ, അബ്ദുൽ അലി മദനി, ബുഷേർ ഷർഖി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. CCN ചെർപ്പുളശ്ശേരി. മണ്ണാർക്കാട് കുമരംപുത്തൂരിൽ റൂമിൽ കയറി 2 വയസ്സുകാരി ഡോർ ലോക്കാക്കി. തന്ത്രപരമായി രക്ഷപ്പെടുത്തി മണ്ണാർക്കാട് ഫയർഫോഴ്സ്. മണ്ണാർക്കാട് കുമരംപുത്തൂർ ചിരപ്പറമ്പിൽ വീട്ടിൽ മൻസൂറിന്റെ മകൾ മെഹസിനാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ റൂമിൽ കുടുങ്ങിയത്. റൂമിനകത്ത് കയറിയ കുട്ടി വാതിലിലുണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ച് വാതിൽ അടയ്ക്കുകയായിരുന്നു. സംഭവമറിഞ്ഞ് വീട്ടിലെത്തിയ അഗ്നിശമന സേനാംഗങ്ങൾ വീടിനു കേടുപാടു സംഭവിക്കാതെ തന്നെ കുട്ടിയെ രക്ഷപ്പെടുത്തി. GI പൈപ്പിൽ താക്കോലിന്റെ പിൻഭാഗം കയറും വിധം സംവിധാനമൊരുക്കി ജനലിലൂടെ ഇത് കടത്തിവിട്ട് അടഞ്ഞ വാതിലിലെ താക്കോൽ തുറക്കുകയായിരുന്നു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ MS ഷബീർ, ഷോബിൻ ദാസ്, M മഹേഷ്, K പ്രശാന്ത്, ഡ്രൈവർ വിഷ്ണു, ഹോംഗാർഡ് പ്രദീപ് എന്നിവർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം നഗരസഭ പ്രദേശത്തെ കോളേജുകൾ, സ്കൂളുകൾ, അംഗൻവാടികൾ, അയൽക്കൂട്ട യൂണിറ്റുകൾ എന്നിവ സമ്പൂർണ്ണ മാലിന്യമുക്ത യൂണിറ്റുകളായതിന്റെ പ്രഖ്യാപനം ചടങ്ങ് നടന്നു. നഗരസഭ ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ P ഉബൈദുള്ള MLA പ്രഖ്യാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വലിയ രീതിയിൽ അവബോധം സൃഷ്ടിക്കാൻ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി നമുക്ക് സാധ്യമായി. പലപ്പോഴും പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരവരുടെ വീടുകളിലെ ഭക്ഷ്യ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ പൊതുനിരത്തിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു. അതുപോലെ ചില കച്ചവട സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ വ്യാപാര സ്ഥാപനങ്ങളിലെ അവശിഷ്ടങ്ങളും ഒന്നിച്ച് ചാക്കിലാക്കി റോഡ് സൈഡുകളിൽ കൊണ്ടുപോയി തള്ളുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധ്യമാണ്. ജനങ്ങളുടെ ശക്തമായ പ്രതിരോധത്തിൻ്റെ ഫലമായി നിയമം കർശനമായി നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥന്മാർ കാണിച്ച താല്പര്യത്തിൻ്റെ ഫലമായി ഒരു പരിധിവരെ പൊതുസ്ഥലങ്ങളിൽ അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുന്നത് തടയാൻ വേണ്ടി കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി സാധ്യമാണ്. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി അധ്യക്ഷനായിരുന്നു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PK അബ്ദുൽ ഹക്കീം, PK സക്കീർ ഹുസൈൻ, CP ആയിഷാബി, കൗൺസിലർമാരായ C സുരേഷ്, CH നൌഷാദ്, സബീർ, നഗരസഭാ സെക്രട്ടറി ഹസീന, ക്ലീൻ സിറ്റി മാനേജർ V മധുസൂദനൻ എന്നിവരും സംബന്ധിച്ചു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് സെന്റർ ആധുനിക സൗകര്യങ്ങളോടെ പുതുക്കി പണിയുന്നതിന് 10.32 കോടി രൂപ വകയിരുത്തി ചെറുപ്പുളശ്ശേരി നഗരസഭാ ബജറ്റ്. നഗരസഭാ ഉപാധ്യക്ഷ C കമലം ബജറ്റ് അവതരിപ്പിച്ചു. ആശാവർക്കർമാർക്ക് പ്രതിമാസം 2100 രൂപ ഓണറേറിയം വർധനവ് പ്രഖ്യാപിച്ച് മണ്ണാർക്കാട് നഗരസഭ. സമ്പൂർണ്ണ പാർപ്പിട നഗരത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള മണ്ണാർക്കാട് നഗരസഭ ബജറ്റ് അവതരിപ്പിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയുടെ 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 130 കോടി രൂപ വരവും 109 കോടി രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന സുസ്ഥിര വികസനവും ക്ഷേമവും മികച്ച പശ്ചാത്തല സൗകര്യവും ലക്ഷ്യമാക്കിയുള്ള സർവതല സ്പർശിയായ ബജറ്റാണ് അവതരിപ്പിച്ചത്. മതബോധമുള്ള അച്ചടക്കമുള്ള പുതുതലമുറയെ വാർത്തെടുക്കാനുള്ള ശ്രമമല്ല ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം. നെല്ലായ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിനും സൗഹൃദ ഇഫ്താർ സംഗമവും ഉദ്ഘാടനം ചെയ്ത്
സംസാരിക്കുകയായിരുന്നു മരക്കാർ മാരായമംഗലം. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.